ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ശ്ലീഹാകാലത്തിൻ്റെ 4-ാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. ഈ ഞായറാഴ്ച നമുക്ക് സഭ ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഇന്ന് ജൂൺ 29-ാം തീയതി വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാളാണ് സഭയിൽ ആചരിക്കപ്പെടുന്നത്. ഞായറാഴ്ച വിശുദ്ധരുടെ തിരുനാൾ ആചരിക്കുന്നില്ലാത്തതിനാൽ ഇന്നലെ നമ്മൾ വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ ആചരിച്ചു. ഈ തിരുനാളിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഏറെ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നേരുകയും വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും മാധ്യസ്ഥതയിലൂടെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സഭാജീവിതത്തിലുമൊക്കെ നിരവധിയായ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് ലൂക്കാ സുവിശേഷങ്ങളിലേക്ക് മടങ്ങി വരാം. കാരുണ്യത്തിൻ്റെ അല്ലെങ്കിൽ കരുണയുടെ സുവിശേഷം എന്ന് വിശേഷിപ്പിക്കുന്ന ലൂക്കായുടെ സുവിശേഷത്തിൽ ദൈവ കരുണയുടെ ഒരുപാട് വ്യത്യസ്തമായ അവതരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിലൊരു ഭാഗമാണ് ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത്. നിങ്ങൾ കരുണയുള്ളവരായിരിക്കുവിൻ എന്ന് കർത്താവ് പറയുന്ന പല സംഭവങ്ങളും ലൂക്കാ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച സമരിയാക്കാരൻ ഉപമയിലൂടെ അവനോട് കരുണ കാണിച്ചവൻ എന്ന് പറഞ്ഞുകൊണ്ട് കരുണയുടെ സുവിശേഷം കർത്താവ് പങ്കുവയ്ക്കുകയായിരുന്നു. ഇന്നത്തെ ഈ സുവിശേഷത്തിലും 2-3 ചിന്തകളിലൂടെ കർത്താവ് നമുക്ക് ആ കാരുണ്യത്തിൻ്റെ സുവിശേഷം പകർന്നു തരികയാണ്. ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് 4 കാര്യങ്ങൾ കർത്താവ് എടുത്തു പറയുന്നുണ്ട്. ഒന്നാമതായി, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്നേഹം, നന്മ, അനുഗ്രഹം, പ്രാർത്ഥന. ഈ 4 നന്മകൾ നമ്മളെ ദ്രോഹിക്കുന്നവർക്കെതിരെയുള്ള ദൈവികമായ ആയുധമായി സ്വീകരിക്കണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ 4 കാര്യങ്ങളും ക്രൈസ്തവ വിശ്വാസി എന്ന നിലയിൽ, ക്രിസ്തുവിൻ്റെ മകനോ മകളോ എന്ന നിലയിൽ, സമൂഹമായിട്ടോ കുടുംബമായിട്ടോ ജീവിക്കുന്നവർ എന്ന നിലയിൽ പാലിക്കപ്പെടുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്ക് കടമയുണ്ട്. എല്ലാവരെയും സ്നേഹിക്കുന്നവരായി മാറുമ്പോൾ ശത്രുക്കളെ പോലും സ്നേഹിക്കുക കർത്താവ് നമ്മളെ ജീവിത മാതൃകയിലൂടെ പഠിപ്പിച്ചുവല്ലോ. എല്ലാവർക്കും നന്മ ചെയ്യുവാനുള്ള വിളിയാണ് ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിലേക്കുള്ള വിളി. എല്ലാവരെയും അനുഗ്രഹിക്കുവാനുള്ള വിളിയാണത്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള വിളിയാണത്. അപ്പോൾ ഈ 4 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ, നമുക്ക് പ്രായോഗികമാക്കുവാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇനിയും പറയുന്ന 4 കാര്യങ്ങളുണ്ട്. അതെന്താണ്? ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കാൻ ആഗ്രഹിക്കുന്നവന് പുറംകുപ്പായം കൂടി ഊരിക്കൊടുത്തേക്കുക. നിന്റെ വസ്തുക്കൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവനോട് തിരികെ ചോദിക്കരുത്. നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. ഈ 4 കാര്യങ്ങളും ആദ്യത്തെ 4 കാര്യങ്ങൾ പോലെ അത്ര എളുപ്പമല്ല. ശത്രുക്കളെ വേണമെങ്കിൽ നമുക്ക് സ്നേഹിക്കാം, മറ്റുള്ളവർക്ക് നന്മ വേണമെങ്കിൽ ചെയ്യാം, അനുഗ്രഹിക്കുകയും ചെയ്യാം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്നാൽ ഈ 4 കാര്യങ്ങൾ അല്പം കൂടി പ്രായോഗിക ബുദ്ധിമുട്ട് നേരിടുന്ന കാര്യങ്ങളാണ്. ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും?
നിന്റെ മേലങ്കി എടുക്കുന്നവന് പുറംകുപ്പായി എടുക്കുന്നതിൽ തടയരുത് എന്ന് പറയുക, ചോദിക്കുന്നവന് കൊടുക്കുക, നിന്റെ വസ്തുക്കൾ എടുക്കുന്നവന് ഇതിനോട് തിരികെ ചോദിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ പ്രായോഗികമായി മാനുഷികമായി നോക്കുമ്പോൾ ബുദ്ധിമുട്ടാർന്ന കാര്യങ്ങളാണ്. എന്നാലും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ഇവയൊക്കെ പ്രായോഗികമാക്കുവാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ് എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്രായോഗികങ്ങളായ ഒരുപാട് കാര്യങ്ങളും പ്രായോഗിക തലത്തിലേക്ക് നമുക്ക് എത്തിച്ചു തരുന്നത് കർത്താവിൻ്റെ കൃപയാണല്ലോ. ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അപ്രായോഗികങ്ങൾ എന്ന് തോന്നുന്ന പല കാര്യങ്ങളും പ്രായോഗികമായി മാറും എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ്. ഇനിയും മറ്റൊരു കാര്യം കൂടി 9-ാമതായിട്ട് ഈ വചനത്തിൽ പറയുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ അവരോട് ചെയ്യുവിൻ. മറ്റുള്ളവരുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടുകൊണ്ട് നമ്മളവരെ വിലയിരുത്തുകയും വിധിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ കർത്താവ് പറയുകയാണ്, നമ്മൾ മറ്റുള്ളവരിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കുന്നുവോ അത് അവരോട് ചെയ്യുവിൻ. സ്വാഭാവികമായി നോക്കുമ്പോൾ അതൊരു നീതിപരമായ കാര്യമല്ലേ? നമ്മളെല്ലാവരും സ്നേഹിക്കണം, നമുക്കെല്ലാവർക്കും എല്ലാം ചെയ്തു തരണം, എല്ലാവരും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നടത്തിത്തരണം എന്നൊക്കെ ഉള്ള വ്യാമോഹങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്തുകൂടാ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. ദൈവികമായ പദ്ധതി അനുസരിച്ച് ശുശ്രൂഷയുടെ മനോഭാവത്തെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതും കാരുണ്യത്തിൻ്റെ ജീവിതമാണ്. അടുത്ത വാക്യങ്ങളിൽ പറയുന്നത് 3 കാര്യങ്ങളെക്കുറിച്ചാണ്. മുകളിൽ സൂചിപ്പിച്ച കാര്യങ്ങളിൽ തന്നെയാണ്. എന്നാൽ അതിനൊരു അല്പം കൂടി അർത്ഥതലങ്ങളിലേക്ക് കർത്താവ് വിരൽ ചൂണ്ടുകയാണ്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് നന്മ ചെയ്ത് കിട്ടുന്നവർക്ക് മാത്രം നിങ്ങൾ നന്മ ചെയ്യാൻ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നില്ലേ? തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വായ്പ കൊടുത്താൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നില്ലേ? ഈ 3 കാര്യങ്ങളും കർത്താവ് പറയുമ്പോൾ ഒരു കാര്യം അതിൻ്റെ 3ന്റെയും അവസാനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, പാപികളും അങ്ങനെ ചെയ്യുന്നില്ലേ. അതിൻ്റെ അർത്ഥം വിശ്വാസിയായ ഒരു വ്യക്തി ദൈവത്തിൻ്റെ മകനോ മകളോ ആയിരിക്കുമ്പോൾ പാപികളായിരിക്കാൻ പാടില്ല എന്നത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. പാപികളല്ലാതായിരുന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും നന്മ ചെയ്യുവാനും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരികൾ ആയി മാറുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കാരുണ്യത്തിൻ്റെ ജീവിതം നയിക്കാൻ സാധിക്കണമെങ്കിൽ പാപാവസ്ഥയിൽ നിന്നും ഒഴിഞ്ഞു മാറണമെന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി മുന്നോട്ട് നീങ്ങുമ്പോൾ 2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് കർത്താവ് ഈ വചനഭാഗം അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ഈ നന്മകളെല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രരെന്ന് വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ മക്കൾ ആകുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ നന്മകളൊക്കെ അനുദിന ജീവിതത്തിൽ അനുഷ്ഠിക്കണമെന്ന് പറയുകയാണ്. അവസാന കർത്താവ് പറയുന്നത്, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. കുടുംബത്തിൽ പുലർത്തേണ്ട ചില ദൈവികമായ പദ്ധതിയാണ്, അല്ലെങ്കിൽ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ, പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുവാൻ കർത്താവ് നമ്മളെ ഒരുക്കുന്ന ചില ചിന്തകളാണ് ഈ വചനഭാഗത്ത് കർത്താവ് പറയുന്നത്. അത്യുന്നതൻ്റെ പുത്രരായിരിക്കുവാനും പിതാവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗഭാക്കാകുവാനും പിതാവ് കരുണ കാണിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ കരുണ കാണിക്കാനും കുടുംബങ്ങളിലൊക്കെ ആ കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യണമെങ്കിൽ ഈ സത്കർമ്മങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്.
എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവർക്കും നന്മ ചെയ്യുവാനും എല്ലാവർക്കും അനുഗ്രഹമായി മാറുവാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും എല്ലാവരോടും കരുണ കാണിക്കുവാനും ഒക്കെയുള്ള ഒരു വിളിയാണ് ക്രൈസ്തവ ജീവിതത്തിലേക്കുള്ള വിളി എന്നത് കർത്താവ് നമ്മളെ ഉദ്ബോധിപ്പിക്കുമ്പോൾ അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതിൻ്റെ പ്രായോഗിക ചിന്തകൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. കുടുംബങ്ങളിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ, മാതാപിതാക്കൾ മക്കൾ ബന്ധത്തിൽ, അയൽ ബന്ധത്തിലൊക്കെ നമുക്ക് ഈ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപാവരത്തിനായി ഈശോയുടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.